നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫോൺ ചെയ്യുന്നതിന് പകരം നീ എന്തിനെ നേരിട്ട് കാണുമെന്ന് പറഞ്ഞേ. ഓ, പകുതി സമാധാനായി. നിന്റെ മുഖം കണ്ടിട്ട് കാൽഭാഗം പോലും സമാധാനമുള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ. അവിടെ എന്തെങ്കിലും ബോംബ് പൊട്ടലുണ്ടായോ? പൊട്ടിയൊരു ബോംബിനെ കുറിച്ച് നിനക്ക് അറിയാലോ. ഇപ്പൊ നിന്റെ പ്രശ്നം പറ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരാൻ ഞാനില്ലേ ബ്രോ? ആദ്യം എന്നെ ഉപേക്ഷിച്ചടാ. എന്റെ എല്ലാ സ്വപ്നങ്ങളും പൊലിഞ്ഞു. ഉപേക്ഷിച്ചെന്ന് നിന്നെ വിളിച്ച് പറഞ്ഞോള്? ഇല്ല, വിളിച്ചില്ല. അതാ പ്രശ്നം. അപ്പൊ നിനക്ക് തോന്നിയതാ, വെറും ഇമാജിനേഷൻ. അല്ല അബി, നിശ്ചയം കഴിഞ്ഞ ഉടനെ ആ ഗുണ്ടാചന്ദ്രൻ വന്ന് അടിയുണ്ടാക്കിയപ്പോ അവളെ ഞാനണിച്ച മോതിരം മണ്ണിൽ വലിച്ചെറിഞ്ഞ് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കാറിക്കറി പോകുന്നത് നീ കണ്ടതല്ലേ? കണ്ടു. അപ്പൊ നീ എന്താ അവളെ വിളിച്ച് ബൈ പറയാതിരുന്നത്? ഞാൻ ആകെ ടെൻഷനായില്ലേ. ഒന്നാമത് അവളോടൊപ്പം ആ ചന്ദ്രനുമായി ഫൈറ്റ് ചെയ്യാൻ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അതിന് ആ സമയത്ത് നീ അവിടെ ഇല്ലല്ലോ. ആതിരയുടെ അച്ഛനെ തിരിഞ്ഞ് അകത്ത് നടക്കില്ലായിരുന്നോ? കസേരയുടെ വാടകയുടെ പേരിൽ ഞാൻ കുറച്ച് മോശമായി സംസാരിക്കുകയും ചെയ്തു. അത് നിന്റെ സ്ഥിര സ്വഭാവം. അതിരിക്കട്ടെ, ഇപ്പോ ആതിര നിന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് വിലപിക്കാൻ എന്താ കാരണം? എടാ, ഇത്രയും നേരമായിട്ടും അവൾ എന്നെ ഫോൺ ചെയ്ത പോലും ഇല്ല. അതിനെന്താ, നിനക്ക് അങ്ങോട്ട് ഫോൺ ചെയ്തുകൂടായിരുന്നോ? ആ, ഫോൺ എടുത്ത് വിളിക്കേ. വിളിച്ച പ്രശ്നം കൂടുതൽ വഷളാവുന്ന എന്റെ പേടി. അബി, നീ എനിക്കൊരു വഴി പറഞ്ഞോടാ. ഇവനിപ്പോ എന്ത് വഴിയാ പറഞ്ഞു കൊടുക്കുക? പറയാഭിലാഷേ. ആലോചിക്കാൻ എനിക്ക് ഒരു നിമിഷം താ ഹരി. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം അത്ര പെട്ടെന്നൊക്കെ പരിഹരിക്കാൻ പറ്റുമോ? പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കാം. ആതിര എൻഗേജ്മെന്റ് റിംഗ് വലിച്ചെറിഞ്ഞതിനെ കുറിച്ച് നിന്റെ അച്ഛൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അച്ഛനെന്തോ പറയാൻ വന്നപ്പോ ഞാൻ ടെൻഷനിൽ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം, അനാവശ്യ ടെൻഷൻ. നീ ആതിരയെ വിളിക്കില്ല എന്ന് നിശ്ചയിച്ചു. നിന്റെ അച്ഛൻ എന്തോ പറയാൻ വന്നപ്പോ അത് കേൾക്കില്ല എന്ന് നിശ്ചയിച്ചു. ഇനി ഇതൊക്കെ കൂടെ എന്റെ മുമ്പിൽ വന്ന് വിളമ്പിയത് കൊണ്ട് എന്താ കാര്യം? നമുക്ക് ചിലപ്പോ ആ സന്യാസിനെ ഒരിക്കൽ കൂടെ കാണേണ്ടി വരും. ഏതോ പൂർവ്വജന്മത്തില് നീ ചെയ്ത പാപത്തിന് പരിഹാരം ചോദിക്കേണ്ടിയും വരും. എന്നിട്ട് 7000 രൂപയും കൊടുക്കേണ്ടി വരും അല്ലേ? ഈ വിവാഹം മുടങ്ങിയാൽ എനിക്കിനി വിവാഹമേ ഉണ്ടാവില്ലെന്നാ ഒരിക്കൽ ആ സ്ത്രീ പറഞ്ഞ. അത് കല്ലിൽ കൊത്തിവെച്ച പോലെ എന്റെ മനസ്സിൽ കിടക്കുക. വേറൊരു വഴിയുണ്ട്. പറയടാ. ഒരു ദിവസത്തെ സമയം നീ കൊടുക്കണം. എന്നിട്ടും ആതിര വിളിച്ചില്ലെങ്കിൽ നേരെ നീ അവളുടെ വീട്ടിലേക്ക് ചെല്ല്. എന്നിട്ട് അവളുടെ കാൽക്കൽ വീണ് എല്ലാറ്റിനും മാപ്പ് ചോദിക്കേ. സാഷ്ടാംഗ നമസ്കാരം. ഇതാ സന്യാസിനി അമ്മ പറയുന്ന പോലെ ഞാൻ പറയുന്നതാണെന്ന് മനസ്സിലങ്ങ് ഉറപ്പിച്ചോ. വല്യേട്ടാ, മുറിക്കുള്ളിലേക്ക് വരുമ്പോ വാതിലൊന്നും മുട്ടിക്കൂടെ? സോറി വല്യേട്ടാ, ഞാൻ പെട്ടെന്ന് വന്നുപോയതാ. പെട്ടെന്ന് വന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പൊയ്ക്കോ. ദേഷ്യപ്പെടല്ലേ വല്യേട്ടാ, ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. എനിക്കൊന്നും വേണ്ട, നീ പൊയ്ക്കോ. ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ, വന്ന് എന്തെങ്കിലും കുറച്ച് കഴിക്കാം. ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ, നീ പൊയ്ക്കോ. ഇങ്ങനെ പോയാ വല്യേട്ടന് വല്ല അസുഖവും വരും അച്ഛാ. അവനെന്താ പറഞ്ഞത്? എനിക്കൊന്നും വേണ്ട, പൊയ്ക്കോന്നു. ആകെപ്പാടെയുള്ള വിഷമം കൊണ്ട് പറഞ്ഞതാവും അവനത്. കുറച്ച് കഴിയുമ്പോ വന്നോളൂ. കുറച്ചു മുമ്പേ പുറത്തെവിടെ പോയി വരുന്നത് കണ്ടു. അവിടുന്ന് എന്തെങ്കിലും കഴിച്ചോ ആവോ? വല്യേട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കാനോ? കൊള്ളാം. അന്ന് കാക്ക മാത്രമല്ല, പരുന്തും മലർന്നു പറക്കും ആകാശത്തൂടെ. മണ്ഡപത്തിൽ വെച്ച് രാജനും മനീഷൊക്കെ ചെയ്ത അക്രമം അവന്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഒരവസരത്തിൽ നിശ്ചയമേ നടക്കാതെ പോകുമോന്ന് ഞാൻ പേടിച്ചു പോയി. ആ സമയം എനിക്കങ്ങനെ ചോര തിളക്കായിരുന്നു. ഇടപെട്ട ധിക്കാരായി പോകുന്നു കരുതി ഞാൻ അടങ്ങിയതാ. എല്ലാം കണ്ടും സഹിച്ചും അവിടെ നിന്ന് ശിവദാസനല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ സ്വന്തം മോളെ കൈയും പിടിച്ചങ്ങ് പോയനെ. എന്നിട്ട് ശിവദാസനെ ഉപദ്രവിക്കാൻ ആളെ വിട്ടു രാജൻ. വീണ്ടും ഹരിയുടെ കല്യാണം മുടക്കാൻ ഇത്രയും വലിയ ശത്രുത സ്വന്തം ഏട്ടനായ എന്നോട് കാണിക്കാൻ അവൻ എങ്ങനെ കഴിയുന്നു? ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നു തോന്നുന്നില്ല അച്ഛാ. നിശ്ചയം നന്നായി നടന്നു തന്നെ അവരുടെ തലക്കിട്ടേ അടിയ. അവരുടെ അടുത്ത നീക്കം ഈ കല്യാണം മുടക്കാനായിരിക്കും. നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അമ്മേ, ഞാന്
രാജനെ പോയിന്ന് കണ്ടാലോ എന്ന് ആലോചിക്കുകയാണ്. എല്ലാം പരസ്പരം പറഞ്ഞു തീർത്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ചെറിയച്ഛന്റെ വീട്ടിലേക്ക് ഞാനും വരാം അച്ഛാ. വേണ്ട ജയ, ഞാൻ തനിച്ചു പോയി സംസാരിക്കുന്ന പോലെ ആവില്ല നീ കൂടെ വരുന്നത്. അതിന്റെ വ്യാഖ്യാനം വേറെ ലെവലിലേക്ക് പോകും. പക്ഷെ ശേഖര, നീ സമാധാന ചർച്ചയ്ക്ക് പോയാ അവൻ നിന്നെ അപമാനിക്കും, ഉറപ്പാ. അവൻ മാത്രമല്ല, ഇത്തിരി പോന്ന ആ കാന്താരി പെണ്ണില്ലേ, അവള് ചിലപ്പോ നിന്നെ ആട്ടി ഇറക്കി വിടും. മുമ്പൊരിക്കലേ ഒരു പെണ്ണ് കാണലിന് ക്ഷണിക്കാൻ ചെന്നപ്പോ ആ പെണ്ണ് നിന്നോട് എന്തൊക്കെയാ പറഞ്ഞോന്ന് ഓർമ്മയുണ്ടല്ലോ? എല്ലാം ഓർമ്മയുണ്ടമ്മേ. പക്ഷേ കല്യാണ സമയത്ത് വീട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വച്ച് നമ്മുടെ ഹരി അപമാനിക്കപ്പെടുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഞാൻ അപമാനിക്കപ്പെടുന്നത്. അങ്ങോട്ട് ചെന്ന് നോക്ക്, അപ്പോഴറിയാം എന്താ സംഭവിക്കുന്നേന്ന്. എന്റെ കല്യാണം ഒരു ഉത്സവം പോലെ നടത്തണമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അമ്മ എഴുതി വച്ചിരിക്കുന്നു. അത് ഇത്രയും കാലായി അച്ഛൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. നിശ്ചയത്തിന് 2 ആഡംബര കസേരകൾ തന്നെ വേണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെയാവും. അതിന്റെ പേരിൽ എന്തൊക്കെയാ ഹരിച്ചേട്ടൻ പറഞ്ഞത്? അഭിലാഷ് പറഞ്ഞതിലും കാര്യമുണ്ട്. വിളിച്ചൊരു മാപ്പ് ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തൊക്കെയായാലും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും അഭിമാനത്തിന്റെ കുറവൊന്നും തോന്നേണ്ടതില്ല. ഒരു 3000 രൂപയുടെ കാര്യത്തിനാ ഹരിച്ചേട്ടൻ വെറുതെ അതും ഇതുമൊക്കെ പറഞ്ഞത്. വിളി വന്നല്ലോ. 3000 രൂപയ്ക്കാവും. 450 രൂപയ്ക്ക് വേണ്ടി ഇരിക്കപ്പുറത്ത് തരാതിരുന്ന ആളല്ലേ. അതങ്ങ് അയച്ചു കൊടുത്താ പിന്നെ പ്രശ്നമില്ലല്ലോ. ഫോൺ കട്ട് ചെയ്തല്ലോ. ആതിരെ ശരിക്കും കലിപ്പില്ലാന്നർത്ഥം. 3000 രൂപ അയച്ചിരിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ഞാൻ വിളിച്ചെന്ന് അവൾ കരുതി കാണും. 450 രൂപയ്ക്ക് വേണ്ടി വിളിച്ച വിളികളൊക്കെ അവൾക്കിപ്പോ ഓർമ്മ വന്നാണ്. ഇനിയിപ്പോ മാപ്പ് പറഞ്ഞേ മതിയാവൂ.